കൺകെട്ട് എന്ന് പറയുന്നത് റിയലിസത്തിലൂടെ സാധിക്കാം. ഈ നമ്മളെ മറന്നുപോയി ആ ആർട്ടിലായാൽ വിലയം കൊള്ളുന്നു കുറേ നേരത്തേക്കെന്നുള്ളത് നിങ്ങൾക്ക് റിയലിസത്തിലൂടെ സാധിക്കാം. പൊന്മാണെന്ന് വെച്ചാൽ ഹാർഡായിട്ട് റിയലിസ്റ്റിക് സാധനമാണ് കൊടുക്കുന്നത്. ഒരു പയ്യനെ നമ്മൾ നടത്തിക്കൊണ്ട് വരുന്നു, ഒരു പാവം അലമ്പ് എവിടുന്ന് വന്നവനടാ എന്ന് തോന്നുന്നൊരു സാധനത്തിലേക്ക് നമ്മൾ ഈ സിനിമയും ചിലപ്പോൾ അങ്ങ് വിട്ട് കളയുന്നൊരു സമയത്ത് അവൻ്റെ ഇന്ന് ഒരു കുടുംബം, പെണ്ണിൻ്റെ കുടുംബവും ഇവരെല്ലാം കൂടി ചേർന്ന് അവൻ്റെ നാളെ ജീവിക്കാനുള്ള സാധനം എടുത്തുകൊണ്ട് പോകുന്ന സ്ഥലത്ത് ഇവൻ്റെ കൂടെ നിൽക്കുക. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടുന്ന് ഈ കഥയെ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ നായക കഥാപാത്രത്തിൽ ഒരുപാട് വില്ലത്തരങ്ങൾ വേണം. അവൻ ഇത് വാങ്ങിച്ചേ അടങ്ങത്തുള്ളൂ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ അവൻ്റെ കൂടെ നിന്നു, തന്നെടാ നീ പോയി വാങ്ങിച്ചോണ്ട് വാടാ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പിന്നെ നീ എങ്ങനെ കൊണ്ടുപോയി നീ വാങ്ങിച്ചോണ്ട് വന്നു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടല്ലേ നീ പോയത്, എങ്ങനെ നീ വാങ്ങിച്ചോണ്ട് വന്ന് നീ വാങ്ങിച്ചോണ്ട് വരണം. അതാണ് പിന്നെ പ്രേക്ഷകൻ്റെ ചിന്ത. അവിടെ പ്രേക്ഷകൻ ഇവനെ ഇത് ചെയ്ത് വിടുക. അവിടെയാണ് ഇയാൾ സകലം പിന്നെ ഇയാൾക്ക് ഈ അർമാദിക്കാനായിട്ട് സാധ്യത ഇയാൾക്ക് കിട്ടുക. ഈ അയാളുടെ ഉള്ള സകല വില്ലത്തരം. കാരണം റീസൺ എനിക്കാ, നീതി എൻ്റെ പക്ഷത്താണ്. ആ നീതിയെ മാറ്റിമറിക്കാൻ പറ്റത്തില്ല. എൻ്റെ സാധനം സ്വർണം കൊണ്ട് എനിക്ക് തിരിച്ച് കിട്ടുന്നിടം വരെ ആ നീതി എൻ്റെ പക്ഷത്താണ്. ഞാൻ എന്ത് പണി കാണിച്ചു കഴിഞ്ഞാലും നീതി എൻ്റെ പക്ഷത്താണ്. എൻ്റെ കാഴ്ചക്കാർ, എൻ്റെ കേൾവിക്കാരൻ്റെ കൂടെ നിൽക്കും എന്നുള്ള സ്ഥലത്താണ് അയാളുടേത്. അവിടെ അതിൻ്റെ അകത്ത് ഒന്നും അറിയാത്ത നമ്മളിപ്പോൾ പലരും പിന്നെ എൻ്റെ വ്യാഖ്യാനങ്ങൾ ഇഷ്ടം പോലെ വന്നല്ലോ, മര്യാദ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾ. അപ്പം അങ്ങനെ വരുന്നൊരു സമയത്ത് അയാളെ കുത്തുന്ന ഒരു പാർട്ട് പുസ്തകത്തിലില്ല. സിനിമയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ എറ്റേണലി ഒരു ചോദ്യം ചോദിക്കത്തില്ലേ, അയാൾ എന്ത് പിഴച്ചു? എന്ത് പിഴച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് മരിയാനോയിലും കുറേ കുറ്റങ്ങൾ ഉണ്ടാവണം. ഇയാൾക്കൊരു ചെറിയ നായകത്വം നമ്മൾ കൊടുത്തേ വരും. ഇയാൾക്ക് എവിടെങ്കിലുമൊക്കെ നീതിയിൽ നിന്ന് ഇയാൾ പിടിവിട്ട് പോകുന്നു എന്ന് പ്രേക്ഷകൻ സംശയിച്ചു തോന്നുന്നൊരു സ്ഥലത്താണ് പിന്നെ കുറെ കൂടെ ക്ഷതം ഏൽക്കുകയാണ്. ഇയാളെ നിന്ന് പോവുകയും ചെയ്തു, ഇയാൾക്ക് പിന്നെ കുത്തേൽക്കുകയും ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളൊരു കഥയിലുള്ളൊരു ചുഴി ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്.